അങ്ങനെ 2025 കഴിഞ്ഞു, 2026 വരുന്നു. ഓരോ വർഷത്തിലും ഓരോ പുതിയ വർഷത്തിലും പുതിയ പ്രതീക്ഷകളാണ്. അതിനോടൊപ്പം തന്നെ പുതിയ സിനിമകളുമാണ് ഞാൻ കാത്തിരിക്കുന്നത്. അങ്ങനെ 2026-ൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമകൾ, ടോപ്പ് 5 ഇന്ത്യൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? അഞ്ചാമത്തേത് ഡ്രാഗൺ ആണ്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്യുന്ന ജൂനിയർ NTR നായകനായി വരുന്ന ഡ്രാഗൺ. സിനിമ കാത്തിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണങ്ങൾ രണ്ടെണ്ണം. ഒന്ന് ടൊവിനോ തോമസും മറ്റേത് ബിജു മേനോനുമാണ്. കാരണം ഈ രണ്ട് പേരും സിനിമയിൽ വില്ലന്മാരായി വരികയാണ്. പ്രശാന്ത് നീലിൻ്റെ പഴയ സിനിമകൾ പോലെ തന്നെ ഇതൊരു അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ പരിപാടിയായിട്ടാണ് വരുന്നത്. ആദ്യം ഒരു പാർട്ടായി സ്റ്റാർട്ട് ചെയ്ത സിനിമ ഇപ്പോൾ 2 പാർട്ടാക്കുമെന്ന് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പാർട്ട് വരാൻ പോകുന്നത് 2026 ജൂണിലായിരിക്കും. നാലാമത്തേത് ഷാരൂഖ് ഖാൻ്റെ കിങ് ആണ്. തിരിച്ചുവരവിൽ തുടർച്ചയായിട്ട് 2000 കോടി സിനിമകൾ കൊടുത്ത ഒരേയൊരു നടനേ ഉള്ളൂ ഇന്ത്യയിൽ, ഷാരൂഖ് ഖാനാണ്. ഇത്തവണ സിദ്ധാർത്ഥാനന്ദാണ്, പത്താൻ സംവിധാനം ചെയ്ത സിദ്ധാർത്ഥാനന്ദ് തന്നെയാണ് കിങ്ങും സംവിധാനം ചെയ്യുന്നത്. കിങ്ങിൽ ഷാരൂഖ് ഖാനൊപ്പം വമ്പൻ താരനിരയാണ് വരാൻ പോകുന്നത്. ഷാരൂഖ് ഖാൻ്റെ തന്നെ മകളായ സുഹാന ഖാൻ, അഭിഷേക് ബച്ചൻ, രാഘവ് ജുയാൽ, റാണി മുഖർജി, അങ്ങനെ ഒരു വമ്പൻ താരനിര തന്നെ കിങ്ങിന് വരുന്നുണ്ട്. ആദ്യം മാർച്ച് റിലീസായി എത്തുമെന്ന് ഉറപ്പിച്ചിരുന്ന സിനിമ ഇപ്പോൾ ഓഗസ്റ്റ് റിലീസാകുമെന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തേത് ഒരു തമിഴ് പടമാണ്. യാതൊരു പ്രതീക്ഷകളുമില്ലാതെ വന്ന് തിയേറ്ററിൽ ഞെട്ടിച്ച് ആ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് സിനിമയായി മാറിയ ജയിലർ. ആ ജയിലറിന് രണ്ടാം ഭാഗം വരികയാണ് 2026-ൽ. വിനായകൻ ചെയ്തു വെച്ച മലയാളി വില്ലൻ കഥാപാത്രങ്ങൾക്ക് പുറമെ ഇത്തവണ വില്ലന്മാരെ എത്തുന്നത് മലയാളത്തിൽ നിന്ന് തന്നെയുള്ള സുരാജ് വെഞ്ഞാറമൂടും SJ സൂര്യയുമാണ്. ജയിലറിൻ്റെ ആദ്യ ഭാഗത്തെ പോലെ തന്നെ മോഹൻലാലും ശിവരാജ് കുമാറും അടക്കമുള്ള വമ്പൻ താരനിര ഗസ്റ്റ് റോളിൽ എത്തുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. രണ്ടാം ഭാഗം ആദ്യ ഭാഗത്തിൻ്റെ റെക്കോർഡ് തകർക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. സിനിമ സമ്മർ റിലീസായി എത്തുമെന്നാണ് വാർത്തകൾ. രണ്ടാമത്തേതൊരു മലയാള ചിത്രമാണ്. ലോകത്ത് ഒരാളും പ്രതീക്ഷിക്കാത്തൊരു സീക്വലായിരുന്നു ദൃശ്യം 2. അതായത് ഒരു കാലത്തും ഇനി എഴുതിയ ജിത്തു ജോസഫിനെ കൊണ്ട് പോലും രണ്ടാം ഭാഗം കഴിയില്ല എന്നായിരുന്നു നമ്മൾ ദൃശ്യം ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചിരുന്നത്. അതിൽ നിന്നെല്ലാം മാറ്റം വരുത്തി ഒരു ഗംഭീര വരവേൽപ്പാണ് ദൃശ്യം 2 ലഭിച്ചത്. പക്ഷേ OTT റിലീസായിപ്പോയതുകൊണ്ട് മാത്രം ഒരുപാട് ആൾക്കാർക്ക് ഒരു സ്നേഹക്കുറവ് ആ സിനിമയോടുണ്ട് ഇപ്പോഴും. അതിന് മൂന്നാം ഭാഗം വരികയാണ്, ദൃശ്യം 3. രണ്ടാം ഭാഗത്തിൽ നിന്ന് വ്യത്യസ്തമായി മൂന്നാം ഭാഗം തിയേറ്റർ റിലീസായി എന്നുള്ളതൊരു വളരെ വലിയ കാര്യമാണ്. സിനിമ സമ്മർ റിലീസായി തിയേറ്ററിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026-ൽ കാണാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഇന്ത്യൻ സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. മമ്മൂക്കയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയറ്റ്. ഒരു ടെക്നോ സ്പൈ ത്രില്ലറായിരുന്ന സിനിമ സംവിധാനം ചെയ്യുന്നത് മാലിക് ടേക്ക് ഓഫ് സിനിമകളുടെ സംവിധാനമായ മഹേഷ് നാരായണനാണ്. സിനിമയിൽ മമ്മൂക്കയൊപ്പം തന്നെ മോഹൻലാൽ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര എന്നിങ്ങനെ ഒരു വമ്പൻ താരനിരയാണ് വരാൻ പോകുന്നത്. ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വെച്ചിട്ട് സിനിമ വിഷു റിലീസായി എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതൊന്നുമല്ലാതെ ഒരുപാട് സിനിമകൾ, ഒരുപാട് ഇന്ത്യൻ സിനിമകൾ 2026 റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതെന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം.